ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഈ രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത് എമറാൾഡ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് നല്ലൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഓപ്പൺ ചെയ്തത് 2010-ലാണ്. ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇതിൻ്റെ അകത്ത് തീം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ടൊയറ്റോ തീമായിരുന്നു. ടൊയറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അയർലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ ലേസ് എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചിപ്സിൻ്റെ ഒരു പേരാണ് ടൊയറ്റോ. അപ്പോൾ ആ പേരിലാണ് ഇത് ഓപ്പൺ ആക്കിയത്. ഇത് കൗണ്ടി മീത്തിലാണ്, അയർലൻഡിൽ. ഇതാണ് ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്റർ പോലത്തെ ഒരു ഏരിയയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സോവിനിയേഴ്സും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്. ചെറിയ ബാൻഡും പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കളിപ്പാട്ടങ്ങളും സ്നാക്സും ഒക്കെ ഇവിടെ കിട്ടും. ഇതാണ് നമ്മുടെ അങ്ങോട്ടുള്ള എൻട്രൻസ്. ഇവിടുന്ന് കയറുമ്പോൾ തന്നെ അവർ നമ്മുടെ കയ്യിലൊരു ബാൻഡ് പോലെ സാധനം കിട്ടിത്തരും. ആ ബാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ റൈഡിലും കയറാനുള്ളൊരു പെർമിഷൻ കിട്ടത്തുള്ളൂ. ബാൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ചില പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ പോകുന്നവർ. ഈ പാർക്ക് 55 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് 6 റോളർ കോസ്റ്ററുണ്ട്, ഒരു വാട്ടർ റൈഡുണ്ട്. ഏതായാലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആർക്കൊരു നഷ്ടമായിട്ട് തോന്നത്തില്ല. എന്തുകൊണ്ടും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനം. മച്ചന്മാർ ഇതിനകത്തൊന്ന് കയറണം. ഇതിനകത്ത് കയറി ഏറ്റവും ടോപ്പിലെത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ താഴോട്ടൊരിടിയിലാണ്. നമ്മുടെ ആത്മാവും എല്ലാം മേളിൽ കയറി പോകുന്നൊരു പരിപാടി ചെയ്ത്. ഇതല്ല ഉള്ളതിൽ ഏറ്റവും വലിയ ഡേഞ്ചറായിട്ട് തോന്നിയത്, ഡേഞ്ചറെന്നല്ല, ഒരു അഡ്വഞ്ചറായിട്ട് തോന്നിയ പരിപാടി ഇതാണ്. പക്ഷേ ഇതാണ് അതിനകത്ത് ഒരു വാട്ടർ റൈഡ് എന്ന് പറയുന്ന സാധനം. ഇതിനകത്ത് മാത്രമേ അതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു പരിപാടി വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കയറുന്നവർ ശ്രദ്ധിക്കണം, എല്ലാം കയറിയതിന് ശേഷം അവസാനം ഇതിനകത്ത് കയറുന്നതായിരിക്കും നല്ലത്. 2 കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നല്ല തിരക്കാണ്, പിന്നെ ദേഹം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പുമായിരിക്കും. പിന്നെ ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സൂവിൻ്റെ കാഴ്ചകൾ തുടങ്ങുന്നത് ഇവിടെ കേട്ടോ. ഇവിടെ കുറച്ച് കുരങ്ങുകളുണ്ട്, പിന്നെ എന്താ പറയുക, നമ്മുടെ ഒരു വേഴാമ്പലുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയില്ല, സൂ എന്ന് പറഞ്ഞാൽ അധികം നിങ്ങൾ എന്നുവെച്ചാൽ സൂ എന്നുള്ള കൺസെപ്റ്റിൽ ഇവിടെ വരണ്ടെന്ന് ഉദ്ദേശിച്ചത് അതിന് വേണ്ടിയാണ്. ഇങ്ങനത്തെ ഓരോ ട്രിപ്പിന് പോകുമ്പോഴാണ് നമ്മളും ചെറുപ്പമാകുന്ന കാര്യം മനസ്സിലാകുന്നത്. ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കളിച്ചിരുന്ന റോളർ കോസ്റ്റർ പോലത്തെ സംഭവമില്ലയോ, ഇരുന്ന് കറങ്ങുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വെറുതെ വിടുവോ? ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ വീലെല്ലാം കംപ്ലൈൻറ്റാണ്. അത് കാരണം ചവിട്ടിയിട്ട് എന്ത് ചെയ്തത് നീങ്ങുന്നില്ല. അവസാനം നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് പറയുന്ന പോലെ ഇതിങ്ങനെയൊന്നും അല്ലടാ. അവസാനം ചേട്ടൻ ഇറങ്ങി അത് നമുക്ക് കാണിച്ചു തരുന്നു. അടിപൊളി.
ഇവിടെ നിന്നാണ് നമുക്ക് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവരെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിലൊരു കാട് പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഇത്. നല്ല ഭംഗിയാണ് കാണാൻ. അത് മാത്രമല്ല ഇവിടെ ഒരു നല്ല എന്താ പറയുക ഒരു ചൂടും തണുപ്പും കൂടെ മിക്സ് ആയിട്ടൊരു കാലാവസ്ഥ. കറക്റ്റ് കാട്ടിൽ പോകുന്നൊരു ഫീല് നമുക്ക് കിട്ടും. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടോ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കിയിട്ടെന്ന് മാത്രമല്ല, ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ആൾക്കാരാണ് ഉള്ളത്. ഇതെന്ന് വെച്ചാൽ ചെറിയൊരു ട്രെയിൻ, ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ ഒരു കറക്കി എടുത്തുകൊണ്ട് വരുന്നതാണ്. ഇതിനകത്തൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക ഈ എമറാൾഡ് പാർക്കിൻ്റെ കുറേ സാധനങ്ങൾ, കാടും അല്ലെങ്കിൽ അതിനകത്ത് കുറേ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രിപ്പിനകത്ത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജൂനിയർ സോണാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഏരിയയാണ്. ഇത് നമ്മുടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ ഗൈസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പുതിയ ഓപ്പണിംഗ് ആണ് കേട്ടോ, പുതിയ പ്രോജക്റ്റാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇത് റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ഇതെല്ലാം. ഇതാണ് നമ്മുടെ വാട്ടർ റൈഡിൻ്റെ കറങ്ങി വരുന്ന വേറൊരു ഭാഗം. ഇതുവഴിയാണ് റൈഡ് അവസാനം തീരുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.